എല്ലാ പ്രിയപ്പെട്ട സഹോദരങ്ങൾക്കും യേശു കർത്താവിൻ്റെ നിസ്തുല്യ നാമത്തിൽ സ്നേഹവന്ദനം. ഇപ്പോൾ ഈ ദിവസങ്ങളിലായി TPM എന്ന് പറയുന്ന കൂട്ടായ്മയെക്കുറിച്ച് യൂട്യൂബിലും ഫേസ്ബുക്കിലും മറ്റും വളരെ നെഗറ്റീവായിട്ടുള്ള പല കാര്യങ്ങൾ നിരന്തരമായി പ്രചരിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടു. അപ്പോൾ ഇതിങ്ങനെ നിരന്തരമായി കണ്ടപ്പോൾ 23 വർഷത്തെ വിശ്വാസ ജീവിതത്തിനിടയിൽ TPM എന്ന് പറയുന്ന കൂട്ടായ്മയെക്കുറിച്ചുള്ള എൻ്റെ പരിമിതമായ അറിവിൽ നിന്നുകൊണ്ട് ഒരു അഭിപ്രായമെങ്കിലും രേഖപ്പെടുത്തേണ്ടത് അനിവാര്യമാണ് എന്ന് തോന്നിയതുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഈ വീഡിയോയുടെ പ്രാരംഭത്തിൽ 1-2 കാര്യം പറയട്ടെ. ഈ വീഡിയോ ഏതെങ്കിലും ഒരു വ്യക്തിക്കുള്ള മറുപടി അല്ല എന്നുള്ളത് ആദ്യമേ തന്നെ ഞാൻ സൂചിപ്പിക്കുന്നു. കാരണം മറുപടി പറയാനോ വാദിക്കാനോ ഉള്ള ഒരു സാഹചര്യത്തിലോ അല്ല ഞാൻ. മറ്റൊരു കാര്യം, TPM എന്ന് പറയുന്ന ഒരു സംഘടനയോട് ഉൾപ്പെട്ട് നിൽക്കുന്ന ആളുമല്ല ഞാൻ എന്നുള്ളത് നിങ്ങൾക്കറിയാം. അതുകൊണ്ട് തന്നെ ഇതൊരു മറുപടിയല്ല. 2, TPM വിമർശകരോട് ഷമീർ കൊല്ലത്തിൻ്റെ മറുപടി എന്ന നിലയിലൊന്നും ഈ വീഡിയോ മുറിച്ചെടുത്തുകൊണ്ട് പോയി പ്രചരിപ്പിക്കരുത്. നിരന്തരമായി TPM എന്ന് പറയുന്ന കൂട്ടായ്മയെക്കുറിച്ച് ആക്ഷേപകരമായ കാര്യങ്ങൾ ഈ ദിവസങ്ങളിൽ തുടർച്ചയായി കണ്ടുവരുമ്പോൾ ഷമീർ കൊല്ലം എന്ന് പറയുന്ന ഒരു സുവിശേഷകൻ്റെ വ്യക്തിപരമായ അഭിപ്രായം രേഖപ്പെടുത്തുക എന്നുള്ളതാണ് ഈ വീഡിയോ കൊണ്ട് 100% ഞാൻ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് TPM എന്ന് പറയുന്ന കൂട്ടായ്മയെ സംബന്ധിച്ചുള്ള ഷമീർ കൊല്ലത്തിൻ്റെ അഭിപ്രായം എന്ന് പറയുന്നതിൽ തെറ്റില്ല. ഇനി ഞാനിത് പറയുമ്പോൾ 1-2 കാര്യം മനസ്സിലാക്കണം. TPMനെ വെളുപ്പിച്ച് കാണിക്കാനോ വെള്ളപൂശുവാനോ ഞാൻ ആ സംഘടനയിൽ ഉൾപ്പെട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയല്ല എന്നുള്ളത് നിങ്ങൾക്കറിയാം. എനിക്കതിൻ്റെ ആവശ്യവുമില്ല. മറ്റൊന്ന്, ഇനി ആരോഗ്യത്തോടെ പുറത്തിറങ്ങുമ്പോൾ TPMൻ്റെ 2 കൺവെൻഷൻ ഒപ്പിക്കാൻ വേണ്ടിയുള്ള പരിപാടിയാണെന്നും ആർക്കും പറയാൻ സാധിക്കില്ല. കാരണം TPM സംഘടനകളൊന്നും മറ്റ് ഇതര പെന്തക്കോസ്റ്റ് കമ്മ്യൂണിറ്റിയിൽ ഉൾപ്പെട്ട് നിൽക്കുന്ന ഞങ്ങളെപ്പോലെയുള്ളവരെ ഒന്നും പ്രസംഗിക്കാൻ വിളിക്കാറോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ല. അപ്പം ഈ വീഡിയോ ചെയ്യുന്നതിൻ്റെ പിന്നിൽ അത്തരം ഉദ്ദേശങ്ങളൊന്നും തന്നെ ഇല്ല. മറിച്ച് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്ന 100% സത്യസന്ധമെന്ന് വിശ്വസിക്കുന്ന ചില കാര്യങ്ങൾ എൻ്റെ ഫോളോവേഴ്സായിരിക്കുന്ന, എന്നെ സ്നേഹിക്കുന്ന ദൈവമക്കളോട് പങ്കുവയ്ക്കുക എന്നുള്ളതാണ്. കാരണം നിരന്തരമായി ഈ കൂട്ടായ്മയെ സംബന്ധിച്ച് ആക്ഷേപകരമായ കാര്യങ്ങൾ ഇങ്ങനെ സ്ഥിരമായി കാണുമ്പോൾ സ്വാഭാവികമായിട്ടും മനസ്സിന് വളരെ പ്രയാസമുണ്ടാക്കുന്നുണ്ട്. മനസ്സിന് വളരെ വിഷമം തോന്നിയതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ ഒരു അഭിപ്രായം സാമൂഹ്യ പൊതുമാധ്യമത്തിൽ രേഖപ്പെടുത്തുന്നത്. ഔദ്യോഗികമായി TPM എന്ന സംഘടനയുമായി ബന്ധപ്പെട്ടവരൊന്നും ഈ വിഷയത്തിൽ മറുപടി വാദങ്ങളുമായി ഇതുവരെ രംഗത്ത് വന്നിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എൻ്റെ അറിവനുസരിച്ച് അവരങ്ങനെ വരാൻ യാതൊരു സാധ്യതയുമില്ല. ഇനി അങ്ങനെ ആരെങ്കിലും ചിന്തിക്കുന്നെങ്കിൽ ഒരു സഹോദരൻ എന്ന നിലയിൽ എൻ്റെ അഭിപ്രായം, യാതൊരു കാരണവശാലും ഇത്തരം ആക്ഷേപങ്ങൾക്ക് മറുപടി പറയുവാൻ TPM സഭയിലെ സഹോദരങ്ങൾ തയ്യാറാകരുത് എന്ന് എൻ്റെ ഒരു റിക്വസ്റ്റ് ഞാൻ അറിയിക്കുകയാണ്. വിഷയത്തിലേക്ക് വരാം. TPM എന്ന് പറയുന്ന സഭയെ ആക്ഷേപിച്ച് ആ സംഘടന ശരിയല്ല, ആ കൂട്ടായ്മ ശരിയല്ല എന്ന നിലയിലൊക്കെ വിവിധമാകുന്ന പരാമർശങ്ങൾ പൊതുസമൂഹം കാണുന്ന നിലയിൽ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ പ്രചരിക്കുകയും അത് പൊതുസമൂഹം കാണുന്ന നിലയിലേക്കൊക്കെ വരികയും ചെയ്യുമ്പോൾ വലിയ വേദന ഉളവാക്കുന്നുണ്ട്. അതിന് പ്രധാനപ്പെട്ട ചില പോയിന്റുകൾ ഞാൻ നിങ്ങളോട് പറയുകയാണ്. ഇന്ന് കേരളത്തിൽ നിലവിലുള്ള ദൈവസഭയുടെ നിലവിലുള്ള പ്രസൻറ്റ് സിറ്റുവേഷൻ അനുസരിച്ച് ഞാൻ ചില കാര്യങ്ങൾ നിങ്ങളോട് ചോദിക്കുകയാണ്.
അത് ശരിയാണെങ്കിൽ നിങ്ങൾ ശരിയെന്ന് പറയാം, അല്ല താങ്കൾ പറഞ്ഞത് തെറ്റാണ് എങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്താം. ഞാൻ ചോദിക്കുന്നത്, ഇവിടെ IPC, AG, ചർച്ച് ഓഫ് ഗോഡ്, ഷാരോൺ, മറ്റ് ഇതര ഇൻഡിപെൻഡൻറ്റ് സംഘടനകളിലായിരിക്കുന്ന ആളുകളാണല്ലോ വിമർശിക്കുന്നത് TPM ദൈവസഭയെ. ഞാൻ ചോദിക്കുന്നത്, ഇന്ന് നിലവിൽ ഈ കേരളക്കരയിൽ അറിയപ്പെട്ടു നിൽക്കുന്ന ഏതൊരു സംഘടനയ്ക്കാണ് TPM പോലെ ഒരു ദൈവസഭയെ പബ്ലിക്കായി വിമർശിക്കാൻ, കോളർ പിടിച്ച് വിമർശിക്കാൻ, ഞെളിഞ്ഞു നിന്ന് വിമർശിക്കാൻ അർഹതയുള്ളത് ആർക്കാണ്? ഈ ചുരുങ്ങിയ വിശ്വാസ ജീവിതത്തിൻ്റെ ഈ കാലയളവിൽ TPM എന്ന് പറയുന്ന ദൈവസഭയോടുള്ള ബന്ധത്തിൽ ഞാൻ മനസ്സിലാക്കിയിരിക്കുന്ന ഒരു 10 പോയിൻ്റ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെച്ചിട്ട് ഈ ലൈവ് അവസാനിപ്പിക്കാം. ഒരു 10 പോയിൻ്റ് വലിച്ചു നീട്ടുന്നില്ല, 1, 2, 3 എന്ന് പറഞ്ഞൊരു 10 പോയിൻ്റ് നിങ്ങളുടെ മുമ്പിൽ വയ്ക്കാം. അത് നിങ്ങളുടെ മനസാക്ഷിയോട് ചോദിച്ചിട്ട് പരിശുദ്ധാത്മാവിലും മനസാക്ഷിയിലും ശരിയെന്ന് ബോധ്യപ്പെടുന്നെങ്കിൽ അംഗീകരിക്കാം, അല്ലെങ്കിൽ തള്ളിക്കളയാം. ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു, TPMകാർക്ക് വേണ്ടി വാദിക്കാനോ വക്കാലത്ത് പറയാനോ ഞാനൊരു TPMകാരനല്ല. എൻ്റെ അഭിപ്രായം പറയുന്നത് കൊണ്ട് അവരിൽ നിന്നും പ്രത്യേകിച്ച് യാതൊരു തരത്തിലുള്ള ഭൗതികമായ വ്യക്തിപരമായ നേട്ടങ്ങളൊന്നും തന്നെ ഇല്ല. ഒന്നുകൂടി ചേർത്ത് പറഞ്ഞാൽ, ആശയപരമായ ചില വിയോജിപ്പുകൾ എനിക്കും ഉണ്ട് എന്നുള്ളത് സത്യവുമാണ്. പ്രത്യേകം ശ്രദ്ധിക്കണം, ആശയപരമായ ചില വിയോജിപ്പുകൾ. ഒന്നുകൂടി പറഞ്ഞാൽ, ബ്രദറൻ കൂട്ടായ്മയുമായില്ല, ആ സഹോദരങ്ങളുമായി എനിക്ക് വളരെ ആത്മബന്ധമുണ്ട്. എന്നാൽ ആ കൂട്ടായ്മയിലെ പഠിപ്പിക്കുന്ന ചില ആശയങ്ങളുമായി എനിക്ക് വിയോജിപ്പുണ്ട് എന്നുള്ളത് അവർക്കും അറിയുന്ന കാര്യമാണ്. അതുകൊണ്ടാണ് ഞാൻ പെന്തക്കോസ്ത് സമൂഹത്തിൽ നിലനിൽക്കുന്നത്. എന്നതുപോലെ ചില ആശയ വിയോജിപ്പുകൾ എനിക്കും ഉണ്ട്. എന്നാൽ നിലവിൽ ഈ 2025 ഇന്ന് ഈ പ്രസൻറ്റ് ടെൻസിൽ TPM എന്ന് പറയുന്ന കൂട്ടായ്മയെ വിമർശിക്കാൻ അല്ലെങ്കിൽ അതിനെ ആക്ഷേപിക്കാൻ കഴിവുറ്റ ഏത് സംഘടനയാണ് ഇന്ന് കേരളത്തിലുള്ളത്? ഞാൻ 1, 2, 3 എന്ന് എൻ്റെ പോയിന്റുകൾ ചൂണ്ടിക്കാണിക്കാം. 1, TPM എന്ന് പറയുന്ന സഭയുടെ ഐക്യത ഇവിടെ ഏത് സംഘടനയ്ക്കുണ്ട്? ഉദാഹരണം, കേരളത്തിൽ ഒരു പഞ്ചായത്ത് എടുത്താൽ, കേവലം ഒരു പഞ്ചായത്ത് എടുത്താൽ, ഒരു പഞ്ചായത്തിൽ 5 IPC, 5 AG, 5 ചർച്ച് ഓഫ് ഗോഡ്, 5 ഷാരോൺ, പിന്നെ 4 ഇൻഡിപെൻഡൻറ്റ് എല്ലാം കൂടെ ചേർത്ത് ഒരു 25-30 സഭ ഒരു പഞ്ചായത്തിൽ കാണും, വീട്ടിലും കെട്ടിടത്തിലും ഉള്ളത് ഉൾപ്പെടെ. എന്നാൽ TPM സഭയെ സംബന്ധിച്ച് 5 പഞ്ചായത്ത് എടുത്താൽ അതിലൊരു സഭയെ കാണുള്ളൂ. അതാണ് അവിടെ ഐക്യത. ഈ 5 പഞ്ചായത്തിലുള്ളവർ എത്ര ദൂരത്തിലാണോ ആ കെട്ടിടം ഇരിക്കുന്നത് അവിടെ തന്നെ പോയി കൃത്യമായി അവരാരാധിക്കുന്നു, അവർ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. എന്നാൽ ഈ ഒരു പഞ്ചായത്തിൻ്റെ അകത്ത് കിടക്കുന്ന 25 സഭ തമ്മിൽ കണ്ടാൽ മിണ്ടുക പോലും ഇല്ല. അപ്പുറത്തെ AGക്കാരൻ ഒരു കൺവെൻഷൻ വെച്ചാൽ അതേ ഡേറ്റിൽ ഇപ്പുറത്തുള്ളവന് ഉപവാസം വെക്കും, ഇവിടുന്ന് ആരും അങ്ങോട്ട് പോകാതിരിക്കാം. തമ്മിൽ കണ്ടാൽ ഒരു ചിരിയോ ഒരു സ്തോത്രം പോലും പറയാൻ പറ്റാത്ത അനുഭവത്തിൽ അപ്പുറം ഇപ്പുറം കിടക്കുന്നവർ തമ്മിൽ പോലും ഒരു സ്നേഹമോ ഒരു ഐക്യത ഇല്ലാത്ത ആളുകൾക്ക് കണ്ടുപഠിക്കാവുന്ന ഒന്നാമത്തെ ഒരു മാതൃകയാണ് TPM എന്ന് പറയുന്ന കൂട്ടായ്മയുടെ ഐക്യത. ആദ്യം ഈ ഒരു പഞ്ചായത്തുള്ള 25 സഭകൾ തമ്മിൽ ഒന്ന് കൈകോർത്ത് ഒന്ന് പഞ്ചായത്തിൻ്റെ നടുവിൽ ഇറങ്ങുന്ന ഒരു പരസ്യമെങ്കിലും ഒന്ന് നടത്തി കാണിക്കട്ടെ. എന്നിട്ട് വിമർശിച്ചാൽ അതിലൊരു അന്തസ്സുണ്ട് എന്നാണ് ഒന്നാമത്തെ പോയിന്റ് എനിക്ക് പറയാനുള്ളത്. ഇവിടെ ചില കമൻറ്റുകളുണ്ട്, വിവാഹം എന്തുകൊണ്ട് വിലക്കുന്നു എന്നൊക്കെ. ഞാൻ പറഞ്ഞല്ലോ, ആശയപരമായ ചില വിയോജിപ്പുകൾ എനിക്കുമുണ്ട്. പക്ഷേ ആശയപരമായ വിയോജിപ്പുള്ള ദൈവമക്കളോട് നമ്മൾ സഹകരിക്കുന്നില്ലേ? എങ്ങനെയാണ് ദൈവമക്കളാകുന്നത്? രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് അപ്പസ്തോലിക ഉപദേശമനുസരിച്ച് വേർപാടും വിശുദ്ധിയും പാലിച്ച് നിലനിൽക്കുന്ന കൂട്ടായ്മകളോട്, അങ്ങനെയുള്ളവരോട് നമ്മൾ കൂട്ടായ്മ ആചരിക്കുന്നില്ലേ? ഞാൻ തെളിയിക്കാം, വെയിറ്റ് ചെയ്യുക. ഈ വിഷയങ്ങളുടെ കാര്യത്തിലേക്ക് ഞാൻ വരാൻ വെയിറ്റ് ചെയ്യുക. എൻ്റെ പോയിന്റുകൾ മാറിപ്പോകാതിരിക്കാൻ വേണ്ടി ഞാൻ തിരിച്ച് പോയിന്റിലേക്ക് വരിക. 1, അവരുടെ ഐക്യത. അത് ഇന്ന് ഇവിടെ നിലനിൽക്കുന്ന ഏത് സംഘടനകൾക്കുണ്ട്? 1. 2, TPMകാരുടെ ആരാധനാ രീതി.
കാലങ്ങളായി അവർ ഏത് നിലയിൽ ദൈവത്തെ ആരാധിക്കാൻ കൂടി വരുന്നോ, കാലം മാറിയതനുസരിച്ചും കണ്ടുപിടുത്തങ്ങളും ഇൻ്റർനെറ്റും മാറിയതനുസരിച്ചും, പണ്ടത്തെ കാലമൊന്നുമല്ല, ഇപ്പം കാലം മാറിപ്പോയി, അതനുസരിച്ച് നമ്മൾ അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞ് ഇവിടുത്തെ അടിസ്ഥാന സഭകളെന്ന് പറയുന്ന പല ഡിനോമിനേഷനുകളിലും പണ്ട് പിതാക്കന്മാർ വലിച്ചെറിഞ്ഞത് ഇപ്പോഴത്തെ ജനറേഷൻ കുനിഞ്ഞു പറക്കുകയും അതിന് പാസ്റ്റർമാർ കൈയടിച്ച് സപ്പോർട്ട് ചെയ്യുകയും ആരാധനാ രീതികളിൽ പ്രകടമായ മാറ്റങ്ങൾ, പബ്ബുകളിലും ക്ലബ്ബുകളിലും DJ നടത്തുന്നത് പോലുള്ള നിലകളിലേക്ക് ഇവിടുത്തെ സംഘടനകൾ പലരും മാറിയിട്ടും സഭാപാസ്റ്റർ നേതാക്കന്മാരും അതിന് മൗനം പാലിച്ചിട്ടും ആരാധന രീതി ഇന്നും അവർ തുടങ്ങിയ ആരാധന രീതി എങ്ങനെയാണോ ആ നിലയിൽ തന്നെ കാലങ്ങളായി മാറ്റമില്ലാതെ പോകുന്ന TPM ദൈവസഭയുടെ ആരാധനാ രീതി. 2. മൂന്നാമത്തെ പോയിന്റിലേക്ക് വരാം. അത് കഴിഞ്ഞ് ഞാനിവിടെ പറഞ്ഞ പല കാര്യങ്ങൾ ഞാനങ്ങോട്ട് വരാം. ഇവിടെ ചില കൃമികൾ വന്നിട്ടുണ്ട്, പല കാര്യങ്ങൾ പറഞ്ഞുണ്ട്, അത് വരും, അതിലേക്ക് ഞാൻ മൈൻഡ് ചെയ്യുന്നില്ല, നമ്മുടെ വിഷയം മാറിപ്പോൾ. 3. TPM ദൈവസഭയ്ക്കകത്ത് മൊബൈൽ ഉപയോഗത്തെ സംബന്ധിച്ച് നിങ്ങളൊന്ന് ചിന്തിക്കുക. ഇന്ന് യൂട്യൂബിലോ ഫേസ്ബുക്കിലോ TPM ദൈവസഭയുടെ ഒരു ആരാധനയോ ഒരു ഉപവാസ പ്രാർത്ഥനയോ അവരുടെ പ്രസംഗത്തിൻ്റെയോ അന്യഭാഷയുടെ ഒരു കട്ടിങ്ങോ എവിടെങ്കിലും വന്ന് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇവിടെ ആത്മീയ ആരാധന നടക്കുമ്പോഴും ഇവിടുത്തെ IPC, AGയും, ചർച്ച് ഓഫ് ഗോഡും, ഷാരോണും, ഇൻഡിപെൻഡൻറ്റും പോലുള്ള സംഘടനകളിൽ അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ മനുഷ്യരോടല്ല ദൈവത്തോട് സംസാരിക്കുന്നെന്ന വാക്യം എടുത്തു വെച്ച് ദൈവത്തോടാണ് സംസാരിച്ചുകൊണ്ടെന്ന് വരുത്തി തീർത്തുകൊണ്ട് ലൈവിലിരുന്ന് അന്യഭാഷ പറയുകയും അതേസമയം എല്ലാവരും ആത്മാവിൽ ഇരിക്കുമ്പോൾ തന്നെ ഇടയ്ക്കൂടെ ഒരുത്തൻ മൊബൈലും പിടിച്ചുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് ഇവന് ഈ ആത്മാവൊന്നും ബാധകമേ അല്ല. ആരാധനയുടെ നടുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കാട്ടിക്കൂട്ടുന്ന ഓരോ മൊബൈലും കൊണ്ട് കാട്ടിക്കൂട്ടുന്ന പരിപാടികളൊക്കെ ഈ വിമർശിക്കുന്ന സംഘടനകളുടെ സഭകൾക്കകത്ത് ഇന്ന് കൂത്താട്ടം പോലെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അവന് ആത്മാവുമില്ല, അവന് ആരാധനയില്ല, അവനെ നോക്കിയിട്ട് അവൻ്റെ മൊബൈലിലോട്ട് തിരിഞ്ഞു നോക്കിയിട്ട് ഫോക്കസ് ചെയ്തുകൊണ്ട് 2 അന്യഭാഷ വേണേൽ കൂടുതൽ പറയും പാസ്റ്റർ. കാരണം ഇത് ആളുകൾ അന്യഭാഷ കണ്ട ദൈവത്തോട് സംസാരിക്കുന്നു എന്നൊക്കെ തിയോളജിയാണ്, പ്രാക്ടിക്കലി അങ്ങനെയല്ല നടക്കുന്നത്. അന്യഭാഷ വായിൽ കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴും സഭയുടെ വാതിലിൽ ഒരാൾ വന്നു നിന്നാൽ വായിൽ കൂടെ അന്യഭാഷ വരുമ്പോഴും കൈകൊണ്ട് ആംഗ്യം കാണിച്ച് അവനോട് അപ്പുറത്തൂടെ കയറി വരാൻ പറയുന്ന പാസ്റ്റർമാരെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ദൈവത്തോടാണോ സംസാരിക്കുന്നത്? ഇതൊക്കെ മനസാക്ഷി കൈവച്ച് ചിന്തിക്കേണ്ട കാര്യങ്ങളാണ്. ഞാൻ വിമർശനവുമായി വന്നല്ല, ഞാൻ മനസ്സിലാക്കിയ എൻ്റെ അഭിപ്രായങ്ങളാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. അപ്പം നമ്മൾ ഒരു പരസ്യമായി ദേശത്ത് ഒരു ദൈവസഭയെ ആക്ഷേപിക്കാൻ ഇറങ്ങുമ്പോൾ നമ്മൾ ഉൾപ്പെട്ട് നിൽക്കുന്ന സംഘടനകളിലുള്ള ഈ വിഷങ്ങൾ ആദ്യം പരിഹരിക്കണം, എന്നിട്ട് നമ്മൾ ആക്ഷേപിക്കണം. ഞാൻ പറഞ്ഞു 3 പോയിന്റ് ഞാൻ പറഞ്ഞു. മൊബൈലിൻ്റെ ഉപയോഗം, അവരുടേതായ മീറ്റിങ്ങുകളിലൊന്നും ഇമാതിരി പലപ്പോഴും ഞാൻ ഉൾപ്പെട്ട് നിൽക്കുന്ന പ്രസ്ഥാനങ്ങളിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ആത്മീയ ശുശ്രൂഷകൾ മനസ്സിലാക്കാനുള്ള ജ്ഞാനം പൊതുസമൂഹത്തിനില്ല. സുവിശേഷം വീഡിയോ എടുക്കണം, ഷെയർ ചെയ്യണം, പരമാവധി പ്രചരിപ്പിക്കണം. കാരണം സുവിശേഷം ഇതറിയാത്തവൻ കേൾക്കേണ്ടതാണ്. എന്നാൽ ആത്മീയ ശുശ്രൂഷകൾ അത് പൊതുസമൂഹത്തിന് മനസ്സിലാവില്ല. അത് വീഡിയോ എടുത്ത് പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ പ്രചരിപ്പിക്കരുത് എന്ന് കൃത്യമായി ഞാൻ ഉൾപ്പെട്ട് നിൽക്കുന്ന സംഘടനകളോടും എൻ്റെ സഹോദരങ്ങളോടും ദൈവദാസന്മാരോടും ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതാണ് ഇന്ന് സോഷ്യൽ മീഡിയയിൽ പെന്തക്കോസ്ത് സമൂഹം ഇത്രയധികം ആക്ഷേപം നേരിടാനുള്ള ഒരു കാരണം. പോട്ടെ, ഞാൻ ആ വിഷയത്തിലോട്ട് കിടക്കുന്നില്ല. TPM ദൈവസഭയെക്കുറിച്ച് 3 പോയിന്റ് ഞാൻ നിങ്ങളോട് പറഞ്ഞു. 1, അവരുടെ ഐക്യത. 2, ആരാധനാ രീതി. 3, മൊബൈൽ ഉപയോഗം. 4, TPMലെ യൂത്ത്. നിങ്ങൾ പരിശോധിക്കണം. ലോകം മുഴുവനൊന്നും ഞാൻ സഞ്ചരിച്ചിട്ടില്ലെങ്കിലും അത്യാവശ്യം ചില രാജ്യങ്ങളും പല സ്ഥലങ്ങളും ഞാൻ സഞ്ചരിച്ചിട്ടുള്ള ആളാണ്. ഞാൻ ഉൾപ്പെട്ട് നിൽക്കുന്ന പ്രസ്ഥാനങ്ങളിലെ യൂത്തന്മാരെ എല്ലാം എല്ലാ രീതിയിലും കണ്ടും കേട്ടും അറിവുള്ള ആളുമാണ്. നല്ല കുഞ്ഞുങ്ങളുണ്ട്, ദൈവത്തെ അനുസരിച്ച് കർത്താവിനെ സേവിച്ചും സ്നേഹിച്ചും പോകുന്ന നല്ല കുഞ്ഞുങ്ങൾ നമ്മുടെ ഇടയിൽ ഉള്ളപ്പോൾ തന്നെ ഒരല്പം കൂടെ എടുത്തു പറയാൻ കഴിയുന്ന ക്വാളിറ്റിയുള്ള നല്ല ചെറുപ്പക്കാരൻ, നല്ല യൂത്ത് TPM ദൈവസഭയ്ക്കകത്തുണ്ട് എന്നുള്ളത് നേരിട്ട് മനസ്സിലാക്കിയിട്ടുള്ള സത്യങ്ങളാണ്. കാരണം അവരുടെ മാതാപിതാക്കളെ ഇത്രയും വളർന്നിട്ടും
അവരവരുടെ മാതാപിതാക്കളെയൊക്കെ അനുസരിക്കുന്ന രീതി. അപ്പം അങ്ങനെയുള്ള ഒരു യൂത്തിനെ വാർത്തെടുക്കുവാൻ ആ സഭയ്ക്ക് കഴിയുന്നുണ്ട് എന്നുള്ള കാര്യം ഞാൻ കണ്ട എൻ്റെ നല്ല അഭിപ്രായങ്ങളാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. 5 ശ്രദ്ധിക്കുക, 5 TPM നമ്മൾ ആക്ഷേപിക്കുകയും വിമർശിക്കാൻ ഇറങ്ങുമ്പോൾ ഞാൻ ഈ പറഞ്ഞ സംഘടനകളിൽ ഉൾപ്പെട്ടു നിൽക്കുന്നവരാണല്ലോ വിമർശിക്കുന്നത്. IPCയോ AGയോ ചർച്ചോ കോടോ ശാലോമോ ഒക്കെ ആയിരിക്കുമല്ലോ. ഇവിടെയെല്ലാം നടക്കുന്ന അധികാര വടംവലി, കസേരയ്ക്ക് വേണ്ടിയുള്ള അടി, വേദപുസ്തകത്തിൻ്റെ അടിസ്ഥാനത്തിൽ 100% പൈശാചികമായിരിക്കുന്ന ഇലക്ഷൻ എന്ന് പറയുന്ന കാര്യം ഞാൻ പറയുന്നത് ശ്രദ്ധിക്കണം. ഈ വചനം വെച്ചാണല്ലോ എല്ലാവരും വാദിക്കുന്നത്. 100% വേദപുസ്തകത്തിന് വിരുദ്ധമായ കസേരയ്ക്ക് വേണ്ടി ഇലക്ഷൻ നടത്തി ഓപ്പോസിറ്റ് നിൽക്കുന്ന സഹോദരനെ പകയ്ക്കുന്നവൻ കൊലപാതകയെന്നും ഒക്കെ വേദപുസ്തകത്തിൽ വാക്യം ഇരിക്കുമ്പോൾ കൂട്ടുവേലക്കാരായി ഒരേ കർത്താവിൻ്റെ വേലക്കാരായിരിക്കുന്നവർ തമ്മിൽ ഊമക്കത്തുകൾ അയക്കുന്നു, പിന്നെ അപവാദങ്ങൾ പ്രചരിപ്പിക്കുന്നു, ഗുണ്ടകളെ ഇറക്കുന്നു, എഴുതുന്ന പേനയ്ക്കകത്തും കുടിക്കുന്ന കുടിവെള്ളത്തിലും വരെ സ്ഥാനാർത്ഥിയുടെ പേരെഴുതി വെച്ചിട്ട് വിതരണം ചെയ്ത് നമ്മൾ കണ്ടു കഴിഞ്ഞിട്ടുണ്ട്. 10-50 വർഷം ഈ പറയപ്പെട്ട പ്രസ്ഥാനങ്ങളിൽ സുവിശേഷ വേല ചെയ്തിട്ട് വയസ്സായി പോയ ദൈവദാസൻ സ്വന്തം പെൺകുഞ്ഞിനെ കെട്ടിച്ചയക്കാൻ നിവൃത്തിയില്ലെന്ന് പറഞ്ഞ് ഈ പറയപ്പെട്ട സംഘടനകളുടെ കേന്ദ്രത്തിൽ ചെല്ലുമ്പോൾ 5000 രൂപ ഓഫീസിൽ നിന്ന് മേടിച്ചോന്ന് പറഞ്ഞ് വിട്ടിട്ട് ലക്ഷങ്ങളുടെ ഫ്ലെക്സും ബാനറും നോട്ടീസുകളും ഈ പറയപ്പെട്ട ഗ്രൗണ്ടുകളിലിട്ട് കത്തിച്ചു കളയുന്നു. മനസ്സിലാക്കണം, അവർ കത്തിച്ചു കളയുന്നു. ഇത് ചെയ്തിട്ട്, അതായത് അധികാരമോഹം എന്ന് പറയുന്ന സാത്താന്യ വ്യാപാരം അകത്തിരിക്കുന്ന നേതാക്കന്മാരാണ് സ്വന്തം നേതാക്കന്മാർ. അവരെ വെച്ചിട്ട് അധികാര കസേരയോ ഇലക്ഷനോ കമ്മിറ്റിയോ അങ്ങോട്ടും ഇങ്ങോട്ടും ഊമക്കത്തയക്കലോ പരിപാടി ഒന്നുമില്ലാതെ ഒരു സിസ്റ്റത്തിൻ്റെ കീഴിൽ സിസ്റ്റമാറ്റിക്കായിട്ട് ആരാധനയ്ക്ക് പോകുന്ന ഒരു കൂട്ടായ്മയെ വിമർശിക്കാൻ മനസാക്ഷി പോലും കുത്തുന്നില്ല എന്നുള്ളത് എനിക്ക് വളരെ അത്ഭുതകരമായി തോന്നുന്ന ഒരു കാര്യമാണ്. ഇനി 6ാമത്തെ പ്രത്യേകത ഞാൻ TPM കണ്ടത്, ഈ കഴിഞ്ഞ മാസം എൻ്റെ ഒരു സ്നേഹിതൻ്റെ മകളുടെ വിവാഹത്തിന് കടമ്പനാട് TPM സഭയിൽ പോയി. ആ വിവാഹ ശുശ്രൂഷ കണ്ടിട്ട് എനിക്ക് വളരെ ആശ്ചര്യം തോന്നി. കാലം ഇത്രയും മാറിയിട്ടും 2025 കമ്പ്യൂട്ടർ യുഗത്തിലെത്തിയിട്ടും TPM സഭയ്ക്കകത്ത് നടന്ന ആ വിവാഹ ശുശ്രൂഷ എത്രയോ ഐശ്വര്യമായി, എത്രയോ അനുഗ്രഹമായി നടന്നു എന്നുള്ളത് എന്നെ വളരെ അത്ഭുതപ്പെടുത്തി. ഇന്ന് ഞാൻ ഉൾപ്പെട്ടു നിൽക്കുന്ന ഈ വിമർശിക്കുന്ന സംഘടനകളിലൊക്കെ വിവാഹ ശുശ്രൂഷകളിൽ കമ്പിത്തിരിയും മദ്ദാപ്പും പടക്കവും വെടിക്കെട്ടും അടക്കം ഏതെല്ലാം നിലയിലുള്ള മാറ്റങ്ങൾ ഇതിൻ്റെ അകത്ത് വന്നു. ഇതിൻ്റെ അകത്ത് പറയപ്പെട്ട സെൻട്രൽ പാസ്റ്റർമാരും സൂപ്രണ്ടുമാരും പ്രസിഡന്റുമാരും മൗനസമ്മതം പാലിച്ച് കിട്ടുന്ന കാശും കവറിലിട്ട് മേടിച്ചു പോയി. അതിൻ്റെ അകത്ത് ഉൾപ്പെട്ട് നിൽക്കുന്ന ആളുകൾക്കാണ് ഇങ്ങനെ വിമർശിക്കാൻ യാതൊരു മനസാക്ഷിയും കുത്തും ഇല്ലാതെ ഇരിക്കുന്നത്. അപ്പം ഈ വിവാഹ ശുശ്രൂഷ എന്ന് പറയുന്ന ആ ശുശ്രൂഷയിൽ ഈ കാലഘട്ടത്തിൽ സ്ത്രീയും പുരുഷനും സ്വാതന്ത്ര്യം സമത്വം ഒക്കെ വേണമെന്ന് വാദിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ, ആധുനികമായ മാറ്റങ്ങൾ ഉണ്ടായി എന്ന് പറയപ്പെടുന്ന കാലഘട്ടത്തിൽ നോക്കണം, ഈ കാലഘട്ടത്തിൽ പോലും TPMൻ്റെ സിസ്റ്റം അനുസരിച്ച് ഇവിടം വരെ കൈയുള്ള കുപ്പായം പെൺകുട്ടി, ഇവിടം വരെ കൈയുള്ള ബ്ലൗസും അതനുസരിച്ചുള്ള സാരിയും അതനുസരിച്ചുള്ള വസ്ത്രധാരണവും ധരിച്ച് ഈ കാലഘട്ടത്തിൽ, അതും വിദേശത്തുള്ള പെൺകുട്ടിയായിരുന്നു ഞാൻ പോയ വിവാഹത്തിൻ്റെ. വിദേശ രാജ്യങ്ങളിൽ എല്ലാ സ്വാതന്ത്ര്യത്തോടെയും വളരാൻ സ്വാതന്ത്ര്യമുള്ള രാജ്യങ്ങളിൽ വളർന്ന ഒരു പെൺകുഞ്ഞ് ആ നിലയിൽ ഒരു ശുശ്രൂഷയ്ക്കായി സാധാരണ വസ്ത്രം ധരിച്ച് സാധാരണ ഒരു കസേരയിൽ വന്ന് ഈ വിവാഹ ശുശ്രൂഷയിൽ ഇരിക്കണമെങ്കിൽ ആ ദൈവസഭയെ എത്രത്തോളം മാനിക്കുന്ന, ആ മാതാപിതാക്കളെ എത്രത്തോളം അനുസരിക്കുന്ന ഒരു പെൺകുഞ്ഞിന് മാത്രമേ അത് സാധിക്കുകയുള്ളൂ. മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ ഇത് ഇന്ന് നമ്മൾ കാണുന്നത് ഈ പറയുന്ന ഉൾപ്പെട്ട് നിൽക്കുന്ന സംഘടനയ്ക്കകത്ത് നിന്ന് ചാടിപ്പോയി അമ്പലത്തിൽ പോയി താലിയും കെട്ടി കല്യാണം കഴിച്ച് സോഷ്യൽ മീഡിയക്കകത്തിട്ട് നാറ്റിക്കുന്ന എത്രയോ സംഭവങ്ങൾ ഇവിടെ കാണുന്നുണ്ട് എന്ന് ഓർക്കണം. അപ്പോഴാണ് നമ്മൾ ഇതിൻ്റെ പുറകെ
ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. ഇന്ന് TPM സഭയെക്കുറിച്ച് നമ്മൾ ആക്ഷേപത്തോടെ പറയണമെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ഞാനിപ്പോൾ 6 പോയിന്റ് പറഞ്ഞു. ഞാനൊരു 10 പോയിന്റ് നിങ്ങളോട് പറഞ്ഞിട്ട് ലൈവ് അവസാനിപ്പിക്കും. എന്നിട്ട് ഒരു 10 എണ്ണം അവരിൽ നിന്ന് വ്യത്യസ്തമായി ഇതിനകത്തുള്ളവർക്ക് പറയാനുള്ള ഒരു 10 ഗുണം ഒരാളൊന്ന് പറഞ്ഞിട്ട് വിമർശിച്ചാൽ അത് നല്ലതായിരിക്കും. അടുത്തത്, TPMനകത്ത് ഞാൻ കണ്ട അടുത്ത പ്രത്യേകത സ്വയം പ്രശംസ. നിങ്ങൾ കണ്ടിട്ടുണ്ടോ? TPMനകത്തെ പ്രസംഗകരുടെ പേര് പോലും വെളിപ്പെടുത്തുന്നില്ല. സ്വയം പ്രശംസ അത് അതിൻ്റെ അകത്തില്ല. ഇവിടുത്തെ പ്രശ്നം എന്താണ്? ഈ കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുമ്പ് ഞാൻ കേട്ട ഒരു സംഭവം. ഈ IPC AG ചർച്ച് കോഡ് പോലെയുള്ള ഏതോ സഭയിൽ ഉൾപ്പെട്ട ഒരാൾ അവിടുന്ന് പിണങ്ങി നേരെ TPMൽ ചെന്നു. TPMൽ ചെന്നിട്ട് അവിടുത്തെ കെട്ടിട പണിക്കോ മറ്റോ 1 ലക്ഷം രൂപ കൊടുത്തു. എന്നിട്ട് ഇയാൾ കാത്തിരുന്നു. അടുത്ത ആഴ്ചയിലെ ആരാധനയ്ക്ക് പുള്ളിയുടെ പേര് പറയുന്നതും കാത്തിരുന്നു. അവിടെ അങ്ങനെയുള്ള പരിപാടിയില്ല, പറഞ്ഞില്ല. 2 ആഴ്ച 3 ആഴ്ച നോക്കി, പറയാതെ വന്നപ്പോൾ ഇയാൾക്ക് ദേഷ്യം വന്നു. വന്നപ്പോൾ ഇയാൾ അവിടെ നിന്ന് ഇറങ്ങി. അയാൾക്ക് പിന്നീട് TPMമാർ ഇഷ്ടമല്ലാണ്ടായി മാറി. കാരണം അദ്ദേഹം ശീലിച്ചത് IPCയിലും AGയിലും ചർച്ച് കോഡിലും ഷാരോണിലും ഒക്കെ 5000 10,000 കൊണ്ട് കൊടുത്താൽ തന്നെ അടുത്ത ആഴ്ച വിളംബരമാണ്. ഇന്നത്തെ വെടിവഴിപാട് നേർച്ചയായി നടത്തുന്നത് പിന്നെ മുളമൂട്ടിലെ കുഞ്ഞച്ചായനും കുടുംബമാണെന്ന് വിളിച്ചു പറയുന്നത് പോലെ നമ്മുടെ പ്രിയപ്പെട്ട സഹോദരനാണ് 1 ലക്ഷം രൂപ ഇങ്ങനെ വിറപ്പിക്കുന്നത് കണ്ട് ശീലിച്ച ആൾക്ക് ഈ സ്വയം പുകഴ്ച കൊടുക്കാത്ത ഈ കൂട്ടായ്മയിൽ പോയപ്പോൾ അത് ഇഷ്ടപ്പെട്ടില്ല. അപ്പം നമ്മൾ മനസ്സിലാക്കണം, ഇവിടെ ചെയ്യുന്നതെല്ലാം എഴുതി വെച്ച് കുമ്പനാട് കൺവെൻഷന് ഞാൻ 5000 കൊടുത്തെങ്കിൽ അത് ഹാർവസ്റ്റ് TVയുടെ അടിയിൽ കൂടെ എഴുതി കാണിച്ചിരിക്കണം. ഇന്ന ആൾ കൊടുത്തു, ഇത്ര കൊടുത്തു. മനസ്സിലാവുന്നുണ്ടോ? അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ എല്ലാം ഇവിടെ നടക്കുക. അപ്പം 7 പോയിന്റ് ഞാൻ പറഞ്ഞു. 8ാമത്തത്, ശുശ്രൂഷകന് കീഴടങ്ങിയിരിക്കുന്ന ഒരവസ്ഥ. ഇവിടെ ഏത് സംഘടനയിലാണ് കീഴടങ്ങിയിരിക്കണം? ശുശ്രൂഷകൻ എന്ത് പ്രസംഗിക്കണമെന്ന് തീരുമാനിക്കുന്നത് ഇവിടെ കമ്മിറ്റിക്കാരാ. കമ്മിറ്റി എന്ന് പറഞ്ഞ് കുറച്ച് പേര് കയറിയിരിപ്പുണ്ട്. ആ സഭയിൽ ഉപദേശം പ്രസംഗിക്കാൻ പറ്റില്ല, വേർപാട് പഠിപ്പിക്കാൻ പറ്റില്ല. ഈ രീതിയിലൊന്നും ഇവിടെ പറയണ്ട കേട്ടോ പാസ്റ്റർ എന്ന് പറയുന്ന കമ്മിറ്റി. ആരാധന കഴിഞ്ഞ് കർത്തൃമേശം കഴിഞ്ഞ് വിശുദ്ധ ചുംബനവും കഴിഞ്ഞ് കസേര എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും അടിക്കാൻ നിൽക്കുന്ന കമ്മിറ്റി. ഇങ്ങനെയുള്ള കമ്മിറ്റി ഭരണം നടക്കുന്ന സഭ ഇവിടെ നിൽക്കുക, സംഘടനകൾ ഇവിടെ നിൽക്കുക. പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ സഭയ്ക്കകത്ത് എഴുന്നേറ്റ് നിന്ന് പാസ്റ്ററിൻ്റെ നേരെ വിരൽ ചൂണ്ടി സംസാരിക്കുന്ന അച്ചായന്മാർ ഇവിടെ ചർച്ചിൻ്റെ അകത്ത് ഇരിക്കുക. ഒരു ശുശ്രൂഷകന് കീഴടങ്ങിയിരിക്കുന്ന സിസ്റ്റം പാസ്റ്റർ കഴുത്തിന് പിടിക്കുന്ന വിശ്വാസികളല്ല. അവരേത് പൊസിഷനിലിരിക്കുന്നവരായാലും രാജ്യങ്ങൾ മാറുന്നതനുസരിച്ച് അവരുടെ രീതികൾക്ക് മാറ്റം വരുന്നില്ല. ഞാൻ ഇവിടുന്ന് അമേരിക്കയിലും UK ഒക്കെ പോയപ്പോൾ TPMലുള്ള സൗരങ്ങളെ കണ്ടിട്ടുണ്ട്. രാജ്യങ്ങൾ മാറി. ഇവിടുന്ന് ഒരാൾ പിന്നെ ഗൾഫിലോട്ടോ അങ്ങോട്ടോ പോയി കഴിഞ്ഞാൽ ഉടനെ നമ്മൾ വിചാരിക്കുന്ന കണക്കല്ല, നമ്മളെ നാട്ടിലെ പോലുള്ള സിസ്റ്റം അല്ല, നമ്മൾ പാസ്റ്ററെ അത്രയും കടുംപിടുത്തമൊന്നും നമ്മൾ ഇവിടെ പിടിക്കാൻ ഒക്കത്തില്ല എന്ന് പറയുന്ന സംഘടനക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. ആ സ്ഥാനത്ത് ഏത് രാജ്യത്ത് പോയാലും അവരാചരിച്ചിരിക്കുന്ന അവർ വിശ്വസിച്ചിരിക്കുന്ന ആ സിസ്റ്റം അനുസരിച്ച് ഏത് രാജ്യത്ത് പോയാലും ആ സിസ്റ്റത്തിനനുസരിച്ച് കൊണ്ടുപോകുന്ന ആരാധനാ രീതിയും ശുശ്രൂഷകന് കീഴടങ്ങിയിരിക്കുന്ന അവസ്ഥയും ഇതാണ് TPMൽ. 8 കാര്യം ഞാൻ പറഞ്ഞു. ഇപ്പോൾ വന്ന് കേൾക്കുന്നവർ ആദ്യം മുതൽ ഈ വീഡിയോ ഒന്ന് കേൾക്കണം. ഞാൻ പറയുന്ന ഈ 10 പോയിന്റ് കേട്ടിട്ട് മനസാക്ഷിക്ക് ശരിയെന്ന് തോന്നുന്നെങ്കിൽ അംഗീകരിച്ചാൽ മതി. ഇല്ലെങ്കിൽ എനിക്ക് വലിയ പ്രശ്നമൊന്നുമില്ല. കാരണം ഞാൻ ഈ സത്യം പറയുന്നത് കൊണ്ട് ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരാളാണ്, കേട്ട് ശീലമായ ആളാണ്. അതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. കമൻറ്റുകൾ ഞാൻ കാണുന്നുണ്ട്, അതിലേക്ക് വരാം. വെയിറ്റ്. ഇനി 9ാമത്തെ ഒരു പ്രത്യേകത TPMൽ ഏറ്റവും വലിയൊരു പ്രത്യേകതയായി ഞാൻ കാണുന്നു. TPMലെ മൂപ്പന്മാർ, ദേവദാസന്മാർ അവർ സ്വന്തമായി സമ്പാദിക്കുന്നില്ല. അവർക്ക് സ്വന്തമായിട്ട് അവരുടെ സ്വന്തം പേരിൽ വസ്തുവോ സ്വന്തം പേരിൽ വീടോ അല്ലെങ്കിൽ സ്വന്തം പേരിൽ വാഹനങ്ങളോ സ്വന്തം പേരിൽ ഒരു അക്കൗണ്ടോ അതിൽ ബാലൻസോ ഇതൊന്നും സൂക്ഷിക്കാൻ അവർക്ക് അനുവാദമില്ല. ഒരു സഭയിൽ അവർ ഇരിക്കുന്ന കാലം വരെ സഭ അവരെ പോറ്റണം. അത് കഴിഞ്ഞ് അടുത്ത സഭയിലേക്ക് പോകാൻ പറഞ്ഞാൽ വസ്ത്രങ്ങളും എടുത്തുകൊണ്ട് പുറപ്പെട്ട് അടുത്ത സഭയിലേക്ക് പോകണം. ഞാൻ കണ്ട വേദപുസ്തകത്തിലെ അപ്പോസ്തലന്മാർ ഇങ്ങനെയല്ലായിരുന്നു. നമ്മൾ പഠിച്ചത് ഇങ്ങനെയല്ലേ? അവർക്കുള്ളതെല്ലാം വിട്ട് ക്രിസ്തുവിനെ അനുഗമിച്ചു.
അന്നന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമെന്ന് പ്രാർത്ഥിക്കാൻ കർത്താവ് അവരെ പഠിപ്പിച്ചു. വഴിയിലിരുന്ന് കൈ നീട്ടുന്ന ഭിക്ഷക്കാരന് എറിഞ്ഞു കൊടുക്കാൻ നാണയത്തുട്ടുകൾ പോലും ഇല്ലാതെ പൊന്നും വെള്ളിയും ഞങ്ങൾക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് അന്നന്ന് വേണ്ടുന്നത് വിശ്വാസത്താൽ കർത്താവിൻ്റെ കൂടെ നടന്ന് ഭക്ഷിച്ച അപ്പോസ്തലന്മാർ. അങ്ങനെയുള്ള ഒരെണ്ണത്തിന് IPC, AG, ചർച്ചകോട്, ഷാരോൺ, ശാലോം, ഇൻഡിപെൻഡൻ്റ് എവിടെങ്കിലും കാണിച്ചു തരാൻ പറ്റുമോ? ഒരെണ്ണത്തിന്. ഇവിടെ ഒന്നുമില്ലാതെ ഇറങ്ങിത്തിരിച്ച ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് കിടക്കാനിടവും വീടും വസ്ത്രവും വാഹനവും വണ്ടിയും എല്ലാം കിട്ടിയിട്ടേ ഉള്ളൂ. എന്നിട്ടും പേരിൻ്റെ അറ്റത്ത് അപ്പോസ്തലൻ എന്ന് വെച്ചുകൊണ്ട് നടക്കുന്ന കൾട്ടുകൾ ഇന്നും പരസ്യമായി നമ്മുടെ മുമ്പിലുണ്ട്. സകലത ഉണ്ടാക്കിയിട്ടും, ബാങ്ക് ബാലൻസ് ഉണ്ടാക്കിയിട്ടും, വാഹനങ്ങൾ ഉണ്ടാക്കിയിട്ടും, കെട്ടിടങ്ങൾ ഉണ്ടാക്കിയിട്ടും, കോടികൾ സമ്പാദിച്ചിട്ടും പേരിൻ്റെ ഫ്രണ്ടിൽ അപ്പോസ്തലൻ എന്ന് വെച്ചുകൊണ്ട് നടക്കുന്ന കള്ളന്മാരും കൾട്ടുകളും ഉൾപ്പെട്ട് നിൽക്കുന്ന ഈ സംഘടനയ്ക്കകത്ത് നിന്നുകൊണ്ട് സ്വന്തമായി ഒരു അക്കൗണ്ട് പോലും ഉണ്ടാക്കാതെ, സ്വന്തമായി ഒരു സമ്പാദ്യങ്ങൾ ഈ ഭൂമിയിൽ കരുതാതെ കർത്താവിൻ്റെ വേല ചെയ്യുന്ന അവരെ വിമർശിക്കുമ്പോൾ അതിനെ സ്വയം മനസാക്ഷിയെങ്കിലും അതിനൊരു ആമേൻ പറയുമോ എന്ന് ഒന്ന് ചിന്തിക്കുന്നത് നല്ലതാണ്. ഇനി 10ാമത്തെ പോയിന്റും കൂടെ പറഞ്ഞ് നിർത്താം. 10, പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ അവരുടെ ജീവിതം. എത്ര ക്രിമിനലുകൾ അവരിൽ നിന്ന് പുറത്തു വരുന്നുണ്ട് എന്ന് ചിന്തിക്കണം. ഇവിടെ ഓരോ സംഘടനകൾ ഉൾപ്പെട്ടത് ഓരോ ആഴ്ചയിൽ ഒന്ന് വീതം അറസ്റ്റിലെന്നും പറഞ്ഞു വരുന്ന വാർത്തകൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല, ഉണ്ട്. TPM സഭകളിൽ നിന്നും ഇത്തരത്തിലുള്ള ആളുകളെ പുറത്തു വന്നിട്ടുണ്ട്. കാരണം എല്ലാ സഭകളിലും നല്ലതും തീയതുമുണ്ട്, അത് ഞാൻ അംഗീകരിക്കുന്നു. ഇല്ല എന്ന് ഞാൻ ഒരിക്കലും പറയില്ല, കാരണം എത്രയോ വാർത്തകൾ നമ്മൾ അങ്ങനെയും കണ്ടിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ ഒരു ഗ്രാഫ് പരിശോധിച്ചാൽ ഇവിടെ 50 എണ്ണം പിടിക്കപ്പെട്ട് വരുമ്പോൾ മാത്രമാണ് അതിൽ ഒരെണ്ണം പിടിക്കപ്പെട്ടതായി വരുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇവിടെ പച്ചയായി ഈ പ്രസന്റ് ടെൻസിൽ നടന്നുകൊണ്ടിരിക്കെ അത് ഇത്രയും കാര്യങ്ങൾ മൂടി വച്ചിട്ട് ഈ TPM എന്തോ ഭയങ്കര പ്രശ്നമാണെന്ന് ആക്ഷേപിക്കുന്ന ഒരു രീതി ഈ പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ നാം കൊടുക്കുന്നത് ശരിയല്ല. അത് മനസ്സിന് വളരെ വേദന ഉണ്ടാക്കിയത് കൊണ്ടാണ് ഞാൻ എൻ്റെ അഭിപ്രായം ഈ നിലയിൽ രേഖപ്പെടുത്തിയത്. നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, രക്ഷിക്കപ്പെട്ടില്ലേ, രക്ഷയില്ലേ, വിശ്വാസ സ്നാനമില്ലേ, പിന്നെ പരിശുദ്ധാത്മാവിൻ്റെ ഉപദേശമില്ലേ, വേർപാടും വിശുദ്ധിയും സൂക്ഷിക്കാൻ പഠിപ്പിക്കുന്നില്ലേ? ഒരു പരിധിവരെ അവർ പെന്തക്കോസ്തുകാരോടും കൂടെ വേർപെട്ടല്ലേ അവർ നിൽക്കുന്നത്. സമൂഹത്തിൽ ആവശ്യമില്ലാത്ത ഒരു വിപത്തിനും അവർ നിൽക്കുന്നില്ല. സുവിശേഷം അവർ അറിയിക്കുന്നില്ലേ? ഉണ്ട്. പരസ്യയോഗങ്ങൾ അവർ നടത്തുന്നുണ്ട്, സുവിശേഷങ്ങൾ അറിയിക്കുന്നുണ്ട്, കൺവെൻഷനുകൾ നടത്തുന്നുണ്ട്. മറ്റൊരു തരത്തിലും ലോകവുമായി ഇടകലരാതെ, ലോകത്തിൻ്റെതായ മാലിന്യങ്ങൾ പരമാവധി അകത്തോട്ട് കയറാതെ അവരവരുടെ ബൗണ്ടറി സൂക്ഷിച്ച് മുന്നോട്ട് പോകുന്നു. എന്തിനാണ് പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ അങ്ങനെ ഒരു കൂട്ടത്തെ നമ്മൾ ആക്ഷേപിക്കുന്നത്? രക്ഷയും സ്നാനവും പരിശുദ്ധാത്മാവും ആ രീതിയിൽ ഉപദേശവുമുള്ള എത്രയോ സംഘടനകളെ നമ്മൾ കൈകൊടുക്കുന്നു. മറ്റു പല ആശയവിയോജിപ്പുകളുള്ള, ഞാൻ പറയട്ടെ, പിന്നെ ഇവിടെ പലരും കമൻറ്റുകൾ രേഖപ്പെടുത്തി ഉപദേശ വിഷയങ്ങൾ. ശരി, ഉപദേശ വിഷയങ്ങളിൽ ആശയ വ്യത്യാസമുണ്ട്, എനിക്കുമുണ്ട്, ഞാൻ സമ്മതിക്കുന്നു. പക്ഷെ ഒരു ചോദ്യം, സാൽവേഷൻ ആർമിയിൽപ്പെട്ട ഒരാൾ ഒരു പാട്ടെഴുതി, പെന്തക്കോസ്റ്റൽ ഉപദേശമാണോ സാൽവേഷൻ ആർമിയുടെ ഉപദേശം? ഉപദേശത്തിൽ കൃത്യമായ പെശകും വ്യത്യാസം ഇല്ലേ? ഉണ്ടായിട്ടും ആ സാൽവേഷൻ ആർമിക്കാരൻ്റെ പാട്ട് ഇവിടെയുള്ള മുഴുവൻ പെന്തക്കോസ്തുകാരുടെ IPC, AG, ചർച്ചകോട്, ഷാരോൻ്റെ ഒക്കെ കൺവെൻഷനുകളിൽ, ജനറൽ കൺവെൻഷൻ ഉൾപ്പെടെ പാടി എല്ലാം കൈയടിച്ച് ആത്മാവിലായില്ലേ? പാട്ടെടുത്ത് പറഞ്ഞ് ഞാൻ ആരെയും വേദനിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അപ്പോൾ എന്തേ ഈ ഉപദേശമൊന്നും വന്നില്ല? അവർ കൾട്ടാണ്, അവർ എങ്ങനെയാണ് ഉപദേശപ്പെശ എന്ത് തോന്നുന്നില്ല? തോന്നാത്ത എന്തുകൊണ്ടാണ്? ഇവിടുത്തെ ചർച്ച ബോർഡിൻ്റെ IPCയുടെയും ഷാരോൻ്റെ AGയുടെയൊക്കെ കൺവെൻഷൻ വേദികളിൽ CSIയിലെ അച്ഛന്മാരെ ഉദ്ഘാടനത്തിനും ഗസ്റ്റായിട്ടും ക്ഷണിച്ചിട്ടുണ്ട്. ഞാൻ പോയ സ്റ്റേജ് ഉൾപ്പെടെ. CSIക്കകത്ത് വിശ്വാസ സ്നാനം ഇല്ല. കാര്യമായ ഉപദേശപ്പെശകല്ലേ? എന്തുകൊണ്ട് കൈ കൊടുക്കുകയും കെട്ടിപ്പിടിക്കുകയും ചെയ്യുന്നു? ആശയപരമായ വ്യത്യാസങ്ങൾ നമുക്കുണ്ട്. പക്ഷെ അത് നിത്യതയിൽ നിന്ന് തെറ്റിക്കുന്നതാണെങ്കിൽ നമുക്ക് അവരുമായി അകലം പാലിക്കാം. നിത്യതയുമായി തെറ്റിക്കാത്ത, നിത്യതയെ ബാധിക്കാത്ത ആശയപരമായ വിയോജിപ്പുകളെ നമുക്ക് പബ്ലിക്കായി പൊതുസമൂഹത്തിന് മുമ്പിൽ ആക്ഷേപിക്കേണ്ട കാര്യമില്ല.
അതുകൊണ്ട് വളരെ കൃത്യമായി നമ്മൾ മനസ്സിലാക്കണം. ഇവിടെ ഒന്ന് രണ്ട് കമൻറ്റിലേക്ക് ഞാൻ വരാം. വിവാഹം വിലക്കുന്നു ദുരുപദേശം. വിവാഹം വിലക്കുന്നെങ്കിൽ ദുരുപദേശമാണ്, സത്യമാണ്. പക്ഷേ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം, എൻ്റെ അറിവിൽപ്പെട്ടിടത്തോളം, TPM സഭയിൽ ഒരു വിശ്വാസി വിവാഹം കഴിക്കണ്ട എന്നോ ഒരു ശുശ്രൂഷകൻ വിവാഹം കഴിക്കണ്ട എന്നോ അവർ വിലക്കുന്നില്ല. പകരം ശുശ്രൂഷാമുഖത്തേക്ക് വരുന്നവർ അത് വേണ്ട എന്ന് വെച്ച് തന്നെത്താൻ ത്യജിച്ച് സ്വന്തമായിട്ടൊന്നും വേണ്ട, ഈ ലോകത്തിലൊരു കാര്യങ്ങളും വേണ്ട എന്നുള്ള തീരുമാനമെടുത്തവർ ആ ശുശ്രൂഷയിലേക്ക് വന്നാൽ മതി. താല്പര്യമുള്ളവരങ്ങനെ പോയാൽ മതി. വിവാഹം കഴിക്കണ്ട, അത് കഴിക്കാൻ പാടില്ല എന്ന് വിലക്കുകയാണെങ്കിൽ വേദപുസ്തകത്തിൽ ലേഖനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ശുശ്രൂഷകൻ ഏക ഭാര്യയുടെ ഭർത്താവും സ്വന്തം കുടുംബത്തെ നന്നായി ഭരിക്കുന്നവനും മക്കളെ നന്നായി പോറ്റുന്നവനൊക്കെ ആയിരിക്കണം എന്നുള്ള വേദപുസ്തകത്തിൻ്റെ പ്രമാണ നിയമം അങ്ങനെ തന്നെയാണ്. അതിനെ വിലക്കുന്നെങ്കിൽ അത് ആശയപരമായ വിയോജിപ്പാണ്. എനിക്കും അതിനോട് വിയോജിപ്പുണ്ട്. അതൊക്കെ ശരിയാണ്. പക്ഷെ അതിൻ്റെ പേരിൽ ആശയപരമായ വിയോജിപ്പുകൾ നമുക്കിവിടെയുള്ള പല സംഘടനകളോടും ഇല്ലേ? നമ്മൾ അവരോട് സഹകരിക്കുന്നില്ലേ? അങ്ങനെ ഇരിക്കെ നമ്മൾ പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ ഒരു തരത്തിലും സമൂഹത്തിനൊരു ദോഷം വരുത്താതെ, മറ്റുള്ള സമൂഹത്തിൻ്റെ മുമ്പിൽ അധികം പേര് ദോഷം കേൾപ്പിക്കാതെ, അവരുടെ ചട്ടക്കൂടിൻ്റെ അകത്തും അവരുടെ ആ ഒരു ബൗണ്ടറിക്കകത്ത് നിന്നുകൊണ്ട് വേർപെട്ട നിലയിൽ ദൈവത്തെ ആരാധിച്ച് വേർപാടിൻ്റെ ഉപദേശം പഠിപ്പിച്ച് വളരെ കൃത്യമായി മുന്നോട്ട് പോകുന്ന ഒരു കൂട്ടത്തെ പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ ആക്ഷേപിക്കുന്നത് ശരിയാണോ എന്ന് മാത്രമേ ഞാൻ നിങ്ങളോട് ചോദിക്കുന്നുള്ളൂ. അല്ല ആശയപരമായ വിയോജിപ്പ് എനിക്കുള്ളത് കൊണ്ടാണല്ലോ ഞാൻ TPM മെമ്പർഷിപ്പ് എടുത്ത് ഞാൻ അങ്ങോട്ട് പോയി നിൽക്കാതെ ഞാൻ ഇവിടെ നിൽക്കുന്നത്. എനിക്ക് ആശയപരമായ വിയോജിപ്പുകളുണ്ട്. പക്ഷേ ഈ നടക്കുന്നത് നമുക്ക് അപകടം ചെയ്യും. ഇങ്ങനെയുള്ള കാര്യത്തെ പ്രോത്സാഹിപ്പിക്കരുത്, നമുക്ക് അപകടം ചെയ്യും. ഇത് നമുക്ക് തന്നെ അപകടം വരുത്തുന്ന ഒരു റൂട്ടിലാണ് നമ്മൾ ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ചെയ്യരുത്, ദയവായി ചെയ്യരുത്. എനിക്കറിയാം ഒരുപാട് എത്രയോ നല്ല മനുഷ്യർ ഈ സിസ്റ്റം അനുസരിച്ച് ദൈവത്തെ ആരാധിച്ച് മുന്നോട്ട് പോകുന്ന എത്രയോ നല്ല ആളുകളെ വ്യക്തിപരമായി അറിയാം എന്ന നിലയ്ക്ക്. ഇപ്പം ഞാനിത് പറഞ്ഞതുകൊണ്ട് ഷമീർ കൊല്ലൻ TPMകാരെ വെളുപ്പിക്കാൻ വന്നു എന്നൊന്നും പറഞ്ഞാൽ ഞാൻ TPMകാരനല്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ വെളുപ്പിക്കാൻ വന്നതല്ല. ഞാനിപ്പോൾ ഈ വീഡിയോയുടെ മുമ്പിൽ ഇപ്പോൾ വൈകി വന്നവർക്ക് ചിലപ്പോൾ കാര്യം മനസ്സിലായി കാണത്തില്ല. അതുകൊണ്ട് ഞാനിപ്പോൾ ഈ ലൈവ് അവസാനിപ്പിച്ച് കഴിയുമ്പോൾ ഈ വീഡിയോയിൽ ഞാൻ 10 പോയിൻ്റ് എണ്ണി പറഞ്ഞിട്ടുണ്ട്. ഈ 10 പോയിൻ്റ് നിങ്ങൾ കേട്ടിട്ട് നിങ്ങളുടെ മനസാക്ഷിയിലും പരിശുദ്ധാത്മാവിലും അത് ശരിയാണെന്ന് ബോധ്യപ്പെടുന്നെങ്കിൽ പൊതുസമൂഹത്തിന് മുമ്പിൽ ഇത്തരം കാര്യങ്ങൾ ചെയ്യാതിരിക്കുക. അല്ല ഇയാൾ പറഞ്ഞത് വലിയ കാര്യമൊന്നുമില്ലെന്ന് തോന്നുന്നെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ആകാം, മുന്നോട്ട് പോകാം. പക്ഷേ ഇതെല്ലാം തുടർച്ചയായി കാണുമ്പോൾ മനസ്സിൻ്റെ അകത്തുണ്ടാകുന്ന ഒരു വേദനയുണ്ട്. ആ വേദനയിൽ നിന്ന് എൻ്റെ ഒരു അഭിപ്രായം, എനിക്കിപ്പോൾ സംസാരിക്കാൻ പറ്റുന്ന ശാരീരിക സ്ഥിതി പോലും അല്ല, ഞാൻ വളരെ ആയാസപ്പെട്ടാണ് സംസാരിക്കുന്നത്. എന്നാൽ പോലും ഇനിയും ഒരു വാക്കെങ്കിലും പറയാതിരുന്നാൽ അത് ശരിയാവില്ലെന്ന് ഞാൻ വിശ്വസിക്കുന്ന പരിശുദ്ധാത്മാവ് എൻ്റെ ഉള്ളിൽ ആ ഒരു വേദന തന്നതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഇപ്പോൾ ഈ അവസ്ഥയിൽ നിങ്ങളോട് സംസാരിക്കുവാനായി താല്പര്യപ്പെട്ടു. അതുകൊണ്ട് ഇവിടെ ഒരാൾ എഴുതിയിട്ടിട്ടുണ്ട്, സഹോദരിമാർ സ്നാന ശുശ്രൂഷ ചെയ്യുന്നത് ശരിയാണ്. ഞാൻ അതിനെക്കുറിച്ച് എൻ്റെ ഈ ചാനലിൽ തന്നെ വീഡിയോ ഇട്ടിട്ടുള്ള ആളാണല്ലോ, പബ്ലിക്കിൽ ഞാൻ പറഞ്ഞിട്ടുള്ള ആളാണല്ലോ. അങ്ങനെയുള്ള നിലപാടുകൾക്കൊന്നും ഒരു വ്യത്യാസവും വന്നിട്ടില്ല. പക്ഷേ നമ്മൾ പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ മറ്റൊരു തരത്തിലും ഒരു ഉപദ്രവവും ഇല്ലാത്ത, അല്ലെങ്കിൽ ഒരാളെയും നരകത്തിലേക്ക് കൊണ്ടുപോകുന്ന ആ രീതിയിലുള്ളൊരു പ്രവർത്തനം നയിക്കാത്ത, വേദപുസ്തക പ്രകാരം രക്ഷയും സ്നാനവും ഉപദേശവും കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്ന, വേർപാടിൻ്റെ ചിട്ടകളനുസരിച്ച് ഇന്ന് ഈ പ്രസൻറ്റ് ടെൻസിൽ നിലനിൽക്കുന്ന ഏതൊരു സംഘടനയുടെ മുമ്പിലും നടുനിവർത്തി നിൽക്കാൻ കഴിയുന്ന ഗുണഗണങ്ങൾ അവർക്കുണ്ട്. അതാ ഞാൻ പറഞ്ഞ 10 എണ്ണം. അത് നിങ്ങൾ പരിശോധിക്കുക. എന്നിട്ട് നല്ല നട്ടലോടെ നിന്നുകൊണ്ട് അതിനെ കവച്ചു വെക്കുന്ന 10 ഗുണം ഇവിടെ ഉണ്ടെന്ന് പറയാനുണ്ടെങ്കിൽ ഇതുപോലൊരു വീഡിയോ ചെയ്യും. ഞാനത് കേട്ടിട്ട് അംഗീകരിക്കാൻ കഴിയുന്നതാണെങ്കിൽ ഞാനും പരസ്യമായി അംഗീകരിക്കും. അതുകൊണ്ട് ഇത് നമുക്ക് അപകടം ചെയ്യും എന്നുള്ളത് സ്നേഹത്തോടെ ദൈവമക്കളെ ഓർപ്പിക്കട്ടെ. ഇത് ഇഷ്ടപ്പെടാത്തവരുണ്ടാകും, ഇഷ്ടപ്പെട്ടവരുണ്ടാകും. അല്ലെങ്കിൽ തന്നെ ഷമീർ കൊല്ലം പറയുന്ന എല്ലാ കാര്യങ്ങളും എല്ലാവർക്കും ഒന്നും ഇഷ്ടമല്ലല്ലോ. പിന്നെ ഇയാളിങ്ങനെയൊക്കെ പറഞ്ഞതുകൊണ്ടാണ് ഇപ്പം ഇങ്ങനെ അസുഖം വന്ന് വീട്ടിലിരിക്കുന്നൊക്കെ പറയുന്നുണ്ട്. പോട്ടെ, അതിനെക്കുറിച്ചൊക്കെ നമുക്ക് പിന്നാലെ പറയാനുണ്ട്.
അതൊക്കെ പിന്നാലെ ദൈവം ആരോഗ്യം തരുന്നതനുസരിച്ച് സംസാരിക്കാം. അപ്പോൾ നിങ്ങളുടെ വിലപ്പെട്ട പ്രാർത്ഥന തുടരുക. ആരോഗ്യത്തോടെ ബലത്തോടെ എഴുന്നേൽക്കാനും, പ്രത്യേകിച്ച് ഇപ്പോൾ നമ്മുടെ നാട്ടിൽ നടക്കുന്ന വാർത്തകളും ലഹരിയുടെ വിഷയങ്ങൾക്കുമൊക്കെ കാണുമ്പോൾ എത്രയും പെട്ടെന്നൊരു പരസ്യയോഗത്തിലേക്ക് ഇറങ്ങി നിന്നാലോ എന്നുള്ള ഒരു ആവേശം മനസ്സിൻ്റെ അകത്തുണ്ട്. പക്ഷേ ശരീരം അതിനൊത്ത് വന്നിട്ടില്ല. ആഹാരം കഴിച്ച് ശരീരമൊക്കെ ബലപ്പെടണം. 1-2 മാസം റെസ്റ്റാണ്, വീട്ടിൽ തന്നെ ഉണ്ടാവും. പ്രത്യേകം പ്രാർത്ഥനയിൽ ഓർക്കുക. ഞാൻ ഇവിടെ പല കമൻറ്റുകൾ വരുന്നുണ്ട്. ഞാൻ നിങ്ങളോട് പറയും, നിങ്ങൾ ഈ വീഡിയോ തുടക്കം മുതൽ കാണണം. ആശയപരമായ വിയോജിപ്പുകൾ ഉണ്ട് എന്നുള്ളത് ഞാൻ പറഞ്ഞു തന്നെയാണ് തുടങ്ങിയത്. പക്ഷേ നമ്മൾ ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത് ശരിയല്ല. അതിൻ്റെ കാരണങ്ങൾ ഈ വീഡിയോയിൽ ഞാൻ വ്യക്തമാക്കിയിട്ടുണ്ട്. വൈകി വന്നവർ ആദ്യം മുതൽ ഒന്നുകൂടി കേൾക്കാൻ ശ്രമിക്കുക. ശാന്തമായിരുന്ന് കേൾക്കുക. ദൈവത്തോട് പ്രാർത്ഥിക്കുക. മനസാക്ഷിയിലും പരിശുദ്ധാത്മാവിലും ശരിയെന്ന് തോന്നുന്നെങ്കിൽ മുന്നോട്ട് പോവുക. കർത്താവ് ധാരാളമായിട്ട് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.